നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ RJ ഹരിചന്ദ്ര മഠം. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ നിത്യേനെ നാമമന്ത്രാദികളൊക്കെ ജപിക്കുന്നവരായിരിക്കും. സദാസമയം ഈശ്വരനാമം നാവിൻ തുമ്പിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ കൃപാകടാക്ഷങ്ങൾ കൂടുതലായിട്ട് വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ഈശ്വരനാമങ്ങൾ ജപിക്കുമ്പോൾ യഥാസമയം യഥാവിധി ജപിക്കണമെന്നും കൂടി പറയുന്നുണ്ട്. അതായത് ശ്രദ്ധയില്ലാതെയുള്ള ജപം, അല്ലാതെ ഭക്തിയില്ലാതെയുള്ള ജപം, ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. സദാസമയം നാവിൻ തുമ്പിൽ ഈശ്വര മന്ത്രം വേണമെന്ന് പറയുന്നത് നമ്മൾ ഈശ്വരനെ മറന്ന് പ്രവർത്തിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ നമ്മളെ ശ്രേഷ്ഠമല്ലാത്തതോ വേറെ ഏതെങ്കിലും കർമ്മമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴോ യാന്ത്രികമായിട്ട് ഈശ്വരനെ ജപിച്ചുകൊണ്ട് നടക്കണമെന്നല്ല. യഥാസമയം യഥാവിധിയിൽ ജപിക്കണമെന്നുള്ളതാണ്. യഥാസമയം ഏതാണ്? പ്രാപഞ്ചികമായ ഊർജം കൂടുതലായിട്ട് നിൽക്കുന്ന സമയം. യഥാവിധി എന്താണ്? ആ ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടുന്ന രീതി. നമ്മുടെ മനസ്സിലെപ്പോഴും എന്ത് ചെയ്യണം? ഭക്തി ഉണ്ടാവണം, ഏകാഗ്രത ഉണ്ടാവണം, ധ്യാനനിരതമായിട്ടുള്ള ഒരു ശരീരവും മനസ്സും നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ആ യഥാകാലം എന്ന് പറയുന്ന കാര്യം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അതിവിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നിങ്ങൾ കുറേ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഈശ്വര കടാക്ഷം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ഓം നമ ശിവായ ജപിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാം. വലിയ പാടുള്ള മന്ത്രമൊന്നുമില്ല. ഓം നമ ശിവായ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മന്ത്രമാണ്, എന്നാൽ വളരെ ലളിതമായിട്ട് നമുക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ്. അപ്പം ഇത് ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ഒരുപാട് പേര് ജപിച്ചു പോരുന്നുണ്ട്. പക്ഷെ അത് യഥാവിധി എങ്ങനെ നമുക്ക് ജപിക്കാം എന്നുള്ള കാര്യമാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടെ, ബ്രാഹ്മ മുഹൂർത്ത സമയത്തിൻ്റെ ഒരു ഊർജ്ജ പ്രസരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിനെക്കുറിച്ചും ആ സമയത്ത് വിശിഷ്ട മന്ത്രങ്ങൾ ജപിക്കുന്നതിനെക്കുറിച്ചും ഒട്ടേറെ വീഡിയോകൾ ഞാൻ ചെയ്തപ്പോൾ എല്ലാം നല്ല റെസ്പോൺസ് കിട്ടിയത്. അതുപോലെ തന്നെ വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കൺമുന്നിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഈ വീഡിയോ വരുത്താൻ പോകുന്നത്, ഉറപ്പാണ്. അത്ര വളരെ വാല്യൂ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. അപ്പോൾ ഓം നമ ശിവായ മന്ത്രം നമുക്കറിയാലോ, ഏറ്റവും പരമപുണ്യമായിട്ടുള്ളൊരു മന്ത്രമാണ്. ഇതിനെ പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ പറയും. ഓം എന്ന് പറഞ്ഞാൽ പ്രണവം, പ്രപഞ്ചത്തിന്റെ ആദ്യനാദം എന്ന് തന്നെയാണ് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. നമഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമിക്കുന്നു, വിനയത്തോടെ ആദരവോടുകൂടി ഭഗവാനെ നമിക്കുന്നു എന്നുള്ളതാണ്. ന എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. ശി എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. വ എന്ന് പറഞ്ഞാൽ വായു എന്നാണ് അർത്ഥം. യ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ പ്രപഞ്ചം ഈ നമശിവായ മന്ത്രത്താൽ പൂരിതമാകുന്നു എന്നർത്ഥം. നമ്മൾ ഇതിനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം സംശുദ്ധീകരിക്കപ്പെടുകയും നമ്മിലുള്ള ദോഷങ്ങളെ അത് ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ബ്രാഹ്മ മുഹൂർത്ത സമയത്താണ് നമ്മളിത് ജപിക്കുന്നതെങ്കിലോ അത് വിശേഷമാണ്, പരമപുണ്യമാണ്. അപ്പോൾ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ചിലർ പറയും, എനിക്ക് വിളക്ക് തെളിയിക്കാൻ പറ്റില്ല, എനിക്ക് കുളിക്കാൻ പറ്റില്ല, അങ്ങനെ പല പ്രയാസങ്ങളുണ്ട്. ശരിയാണ്, മനുഷ്യർ വ്യത്യസ്ത തലത്തിലുള്ളവരാണ്, അവരുടെ ജീവിതചര്യകളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനെയും അങ്ങോട്ട് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇത് നമുക്കിപ്പം വിളക്ക് തെളിയിക്കണമെന്ന് നിർബന്ധമില്ല. വിളക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യൂ, അത് ഗുണകരം. ഇനിയിപ്പോൾ രാവിലെ കുളിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല, ആരോഗ്യ പ്രശ്നമാണ്, സൈനസൈറ്റിസ് ആണ്, അല്ലെങ്കിൽ നീർവീഴ്ചയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്കും കയ്യും കാലും മുഖമൊക്കെ കഴുകി ശുചി വരുത്തിയിട്ട് ഇത് ജപിക്കാം. ഇത് നിലത്തിരുന്ന ഒരാൾക്ക് ജപിക്കാൻ പറ്റില്ല. സാധാരണ മന്ത്രങ്ങൾ നിലത്തിരുന്നാണല്ലോ ജപിക്കാറുള്ളത്, എങ്കിൽ നിന്ന് ജപിക്കാൻ പറ്റും. നിലത്തിരിക്കുന്നത് ഏറെ ഉത്തമം. ഒരു തടുക്കുമേലോ ഒരു പലകമേലോ അല്ലെങ്കിൽ കട്ടി തുണിയിട്ടിട്ടോ നമുക്ക് ഇരിക്കാം. കിഴക്കോട്ട് നോക്കി ജപിക്കുക എന്നാണ് ഇതിന് പറയുന്നത്. സ്വസ്ഥമായിട്ടുള്ളൊരു മുറിയിൽ കിഴക്കോട്ട് നോക്കി നിന്ന് ജപിക്കുക എന്നാണ് പറയുന്നത്. ജപവിധിയുണ്ട്, പക്ഷെ അത് നമ്മൾ പാലിക്കണം. രണ്ട് കൈകളും കൂപ്പി പിടിച്ച് നമ്മുടെ നെഞ്ചിന്റെ കുഴിയിൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമ്മളിങ്ങനെ കൈ വച്ചിട്ട് വേണം ഇത് ജപിക്കാൻ. സാക്ഷാൽ പരമശിവനെ, കൈലാസത്തിലിരിക്കുന്ന പരമശിവനെ ധ്യാനിച്ച് വേണം ഓം നമ ശിവായ ജപിക്കാൻ. ഇനി ജപമണിമാല ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ജപിക്കാൻ താല്പര്യമെങ്കിൽ ഒരു കൈ നെഞ്ചത്ത് ഇങ്ങനെ അമർത്തി വെച്ച് മറുകൈ കൊണ്ട് ജപമണിമാല പിടിച്ച് ഓം നമ ശിവായ ജപിക്കാം. 108 കൗണ്ട് ചെയ്യുന്നവർക്ക്. അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ ഓം നമ ശിവായ ജപിച്ചാൽ മതിയാകും. കൗണ്ട് ചെയ്യാൻ പറ്റാത്തവർ തൊഴുത് പിടിച്ച് 20 മിനിറ്റ് നമ്മൾ ജപിച്ചാൽ മതിയാകും. അപ്പോൾ ജപം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
നമ്മിൽ നിന്ന് എന്തൊക്കെ ദോഷങ്ങൾ മാറി വരുന്നു എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളെയും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുക. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാൻ പറ്റുമോ. എങ്കിലല്ലേ എനിക്കത് കളക്ട് ചെയ്തിട്ട് പൂജകൾ ചെയ്തു തരാൻ പറ്റുള്ളൂ. അതും കൂടി പ്രയോജനപ്പെടുത്തും കേട്ടോ. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഉദയം തൊട്ട് 1.5 മണിക്കൂർ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമിനെയാണ് നമ്മൾ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. പക്ഷേ ചിലർക്ക് ബ്രാഹ്മമുഹൂർത്തം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം ഉദയം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ ഉദയത്തിന് 1.5 മണിക്കൂർ പിന്നിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊക്കെ ചിലപ്പം പ്രയാസമായിരിക്കും. അപ്പോൾ 4 മുതൽ 5:20 വരെയുള്ള സമയത്ത് നമുക്ക് ഏതാണ്ട് ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയാം. ഈ സമയത്ത് നമ്മൾ ഈ ജപം, ഓം നമഃ ശിവായ മന്ത്രജപം നടത്തുന്നതാണ് ഏറെ ഗുണകരം. വിളക്ക് തെളിയിച്ചും വിളക്ക് തെളിയിക്കാതെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ മന്ത്രം നമ്മളിങ്ങനെ ഓം നമഃ ശിവായ ബ്രാഹ്മമുഹൂർത്ത സമയത്ത് ജപിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഏകാഗ്രതയും ചിന്താശേഷിയും വർദ്ധിക്കും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. ഏതാണ്ട് 1, 2, 3 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ഏകാഗ്രത കൂടി വരും, ഭക്തി കൂടി വരും, ചിന്താശേഷി കൂടി വരും. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മാത്രമല്ല ടെൻഷൻ പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ആഴത്തിലുള്ളൊരു ശാന്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കൂടുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ജപിച്ച് തുടങ്ങുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്. അല്ല കൂടുതൽ ദിവസമൊന്നും നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഏകാഗ്രത നല്ലവണ്ണം വർദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇത്രയും നാൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്, ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊക്കെ കുട്ടികൾ പലപ്പോഴും പറയും. പഠിക്കുന്ന മറന്നുപോകും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ഫോക്കസ് കിട്ടും, നല്ല വിഷൻ കിട്ടും. അവർക്ക് ശക്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി വർദ്ധിച്ചു വരും. അത് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു ഗുണമാണ്. മാത്രമല്ല നമുക്ക് പിന്നീട് ധ്യാനിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. നമ്മളൊരു ദൈവത്തിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പല വിധത്തിലുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു കൂടില്ലേ. പക്ഷെ ബ്രാഹ്മമുഹൂർത്ത സമയത്താണ് നിങ്ങൾ ഈ ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, സന്ധ്യാസമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഇത്രയും നാൾ നമ്മൾ ജപിച്ച പോലെയൊന്നുമില്ല, കൂടുതലായിട്ടുള്ളൊരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കാണാം. മൂന്നാമത്തെ കാര്യം, നെഗറ്റീവ് എനർജി മാറും എന്നുള്ളതാണ്. ഈ ബ്രാഹ്മമുഹൂർത്ത സമയത്ത് ഒരുപാട് ഈശ്വരീയമായ ഗുണങ്ങൾ അന്തരീക്ഷത്തിൽ പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം അപ്പോൾ ടവർ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശ്വരീയമായ ഗുണങ്ങൾ ഇങ്ങനെ നമ്മുടെ ശരീരം സ്വീകരിച്ചു തുടങ്ങുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവുകൾ, പലപ്പോഴും ശത്രുദോഷം, ബാധാദോഷം, അങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബാധിക്കുമല്ലോ. ഇതെല്ലാം അങ്ങോട്ട് തുടച്ച് നീക്കപ്പെടും, ക്ലെൻസ് ചെയ്യപ്പെടും. അതോടുകൂടി നമ്മുടെ ശരീരം, മനസ്സ് ഇതൊക്കെ സംശുദ്ധമായി തീരും. അതോടുകൂടി നമ്മൾ ഇത്രയും കാലയളവ് ഇതുമൂലമുണ്ടായിരുന്ന കുറേ വ്യസനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതെല്ലാം മാറിക്കിട്ടും. കുറഞ്ഞ പക്ഷെ ഒരു 7 ദിവസം നിങ്ങൾ ഇപ്രകാരം ജപിച്ചു നോക്കൂ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ്. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അതോടുകൂടി കണ്ടു തുടങ്ങുന്നതാണ്. നിങ്ങളിലുണ്ടായ ഭയം, വിഷാദം, ഒരുതരം ഒന്നിനും ഒരു മൂടില്ലാത്തൊരവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് നിന്ന് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശമനം വന്നു തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നതാണ്. നാലാമത്തെ കാര്യം, ആത്മബോധം വളരുമെന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ എന്ന ചിന്താഗതി നമ്മളിൽ കൂടുതലായിട്ട് വരും. ഞാൻ പറയുന്ന പോലെ കേൾക്കണം, ഞാൻ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിൽ ഞാനെന്ന ബോധം വളർന്നിട്ട് നമ്മളൊരു തരം എവിടെയൊക്കെ നമ്മൾ അഹങ്കാരമോ ഒരു തരം നെർവസായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊതു മധ്യത്തിലൊക്കെ നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റർബ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പക്ഷേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ഉള്ളിലൊരു വിനയം വരും, തണുത്ത കാറ്റടിച്ചതുപോലെ നമുക്ക് തോന്നും. നമുക്ക് എല്ലാത്തിലും ശാന്തമായിട്ടുള്ള മനോഭാവം. നമ്മളെ ചിലപ്പോൾ ചിലർ മോശപ്പെട്ട രീതിയിലൊക്കെ പോലും നമുക്ക് അവരുടെ അടുത്ത് അങ്ങനെ പ്രതികരിക്കാൻ തോന്നില്ല. കാര്യം എന്താണ്? നമ്മൾ അതിൽ നിന്നൊക്കെ വളർന്ന ഒരു സ്വരൂപത്തിലേക്ക് മാറും. ഈ ഓം നമഃ ശിവായ ഏതാനും ദിവസം നമ്മൾ ജപിച്ചു തുടങ്ങിയപ്പോഴേ, ഈ ബ്രാഹ്മമുഹൂർത്ത സമയത്ത് ജപിച്ചപ്പോഴുണ്ടായ മാറ്റമാണ്. അല്ല കുറേ കൊല്ലം കൊണ്ട് ഉണ്ടായ മാറ്റമല്ല, നമുക്ക് തൊട്ടടുത്ത് വരുന്ന അനുഭവങ്ങളാണ്. ഇത് പടിപ്പടിയായിട്ട് ഇത് വർദ്ധിച്ചു വരും. അതുകൊണ്ട് ആരും ഇത്തരം ഒരു കാര്യം മുടക്കാൻ പാടില്ല. കഴിയുന്നവരെല്ലാം ഈ സമയത്ത് ഓം നമഃ ശിവായ ജപിച്ചിരിക്കണം.
അഞ്ചാമത്തെ കാര്യം പാപക്ഷയം എന്നാണ്. നമ്മൾ കുറേ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തിട്ടുണ്ടാകും. കുട്ടിക്കാലം മുതലേ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആ പാപങ്ങളുടെ സംഹാരം അവിടെ നടക്കുകയാണ്. നമ്മൾ ഓം നമഃ ശിവായ നിർമ്മലമായ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി ജപിച്ചു തുടങ്ങുമ്പം നമ്മളിൽ ആ പാപബോധവും പോവുകയാണ്. നമ്മളിൽ ഉണ്ടായിരുന്ന പാപത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. വലിയ വലിയ മഹാപാപങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്നും മനസ്താപത്തോടു കൂടി നടക്കും. ഇതെങ്ങനെയൊന്ന് പൊക്കി കിട്ടും എന്നുള്ളതാണ്. ഇനി ഒരിക്കലും ജീവിതത്തിൽ അവരത് ആവർത്തിക്കില്ല. പക്ഷെ അവർ ചെയ്തു പോയി, അറിയാതെ ചെയ്തു പോയി. പക്ഷെ അതിങ്ങനെ ചുമന്ന് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓം നമഃ ശിവായ ജപിച്ചോളൂ. നിങ്ങൾക്ക് പശ്ചാത്താപത്തിനൊപ്പം തന്നെ ഈ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ഇത് ജപിച്ചു തുടങ്ങുമ്പം നിങ്ങളുടെ ആന്തരികമായ ശക്തി ഉണരും. നിങ്ങളുടെ പാപത്വത്തിന്റെ അളവ് കുറഞ്ഞ് കുറേ കാലം എടുക്കും. പക്ഷെ പാപം തീരാൻ കുറച്ച് സമയം എടുക്കും, പാപത്തിന്റെ അളവിനനുസരിച്ച്. അത്രയും കാലയളവിൽ പൂർണ്ണമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഏറെ പുണ്യമാണ്. നിങ്ങളുടെ ജീവിതം തന്നെ സംശുദ്ധമായി തീരും. ആറാമത്തെ കാര്യം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനുള്ള ഗുണമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ജപിക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ വളരെ ക്ലിയർ ആകും. മനസ്സിൻ്റെ നില, ബ്ലഡ് പ്രഷർ എല്ലാം നല്ലൊരു നോർമലൈസ് ആവുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായത് ശരീരത്തിന് കൂളിംഗ് കിട്ടും, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു മേൽക്കൈ കിട്ടും. മാത്രമല്ല നമ്മൾ ചെറിയ ചെറിയ രോഗങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ അങ്ങ് വഴിമാറി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരും. അങ്ങനെ ശരീരത്തിൻ്റെ എനർജി, മനസ്സിൻ്റെ എനർജി, ആ ശക്തിയൊക്കെ കൂടി വരുന്ന ഒരു കാര്യമായിരിക്കും ഈ സമയത്തുള്ള ജപം എന്ന് പറയുന്നത്. ഏഴാമത്തെ കാര്യം ലോകേശ്വരനായ പരമശിവൻ നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും ഈ ഓം നമഃ ശിവായ ജപിക്കുന്നതിലൂടെ സമ്മാനിക്കുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ കുറേയധികം വിഷമതകളുണ്ടാവും, നിങ്ങൾ നേടിയെടുക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിൽ ആ സെക്കൻഡ് മുതൽ അത് വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ ശക്തി വൈഭവം നിങ്ങൾ എന്ന് മുതൽ ഭക്തിയോടുകൂടി ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ഓം നമഃ ശിവായ ജപിച്ചു തുടങ്ങുന്നുവോ ആ ദിവസം മുതൽ അത് ആരംഭിക്കുകയാണ്. അതിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ പടിപ്പടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുകയും ചെയ്യുന്നതാണ്. എട്ടാമത്തെ കാര്യം നിങ്ങളിലെ ആത്മീയമായ ഊർജം വർദ്ധിക്കുമെന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമുക്ക് ആത്മവിശ്വാസമില്ലാതെ നമ്മൾ പലയിടത്തും ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. ഇനി ഏത് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ നിലകൊള്ളുന്ന അവസ്ഥകൾ ഉണ്ടായി വരാറുണ്ട്. പക്ഷേ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഓം നമഃ ശിവായ ജപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം പടിപടിയായിട്ട് വർദ്ധിക്കുകയും ഈ പ്രപഞ്ചത്തിൻ്റെ നടുവിൽ നിങ്ങൾ ആ ഭഗവാനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായി വരികയും ചെയ്യും. അതോടുകൂടി നിങ്ങളിലുണ്ടായിരുന്ന ഭയമെല്ലാം എവിടെയെങ്കിലും ഓടി ഒളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒമ്പതാമത്തെ കാര്യം നിങ്ങളുടെ കോപത്തിന് നിയന്ത്രണം കിട്ടും എന്നുള്ളതാണ്. പലപ്പോഴും ഇമോഷണലി പ്രതികരിക്കുന്ന ആൾക്കാരിൽ കോപം ഇങ്ങനെ വർദ്ധിച്ച അളവിൽ കാണും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. എന്നാൽ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് നിങ്ങൾ കൃത്യമായ രീതിയിൽ ഓം നമഃ ശിവായ ജപിച്ച് നിങ്ങളുടെ മനസ്സിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പൊക്കെ കോപിച്ച് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് കിടക്കുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ശാന്തമായി കാണപ്പെടും. ഇവിടെയെങ്കിലും നമ്മളിങ്ങനെ പൊട്ടിത്തെറിച്ചൊരു കാര്യമില്ല, ഇങ്ങനെയുള്ള ഒരു ദുർബലരാണ് എന്നുള്ള ചിന്താഗതി നിങ്ങളിൽ ഉണ്ടായി വരും. അതോടുകൂടി നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന വലിയ വലിയ സന്ദർഭങ്ങളൊക്കെ ഒഴിവായി കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കോപം അങ്ങോട്ട് ശമിക്കില്ല. ഇത് നിരന്തരമായിട്ടുള്ളൊരു അഭ്യാസമാണ്. പതിയെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരുക. ആദ്യപടിയെ നമുക്ക് ചെറിയ ചെറിയ കോപം വരുന്ന സന്ദർഭങ്ങൾ ഒതുങ്ങിക്കിട്ടും. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകവേ നമ്മൾ വലിയ വലിയ പ്രതിസന്ധികൾ വന്നാൽ പോലും നമ്മൾ കോപപ്പെടുകയില്ല. അത് ശാന്തമായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. പത്താമത്തെ കാര്യം നമ്മുടെ ഉറക്കം മെച്ചപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ രാവിലെ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഓം നമഃ ശിവായ ജപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഇത്രയും നാളായിട്ട് ഉറക്കത്തിൻ്റെതായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. രാത്രി കിടന്നാൽ ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കമൊന്നും വരുന്നില്ല, അങ്ങനെ ഒരുപാട് വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് 100% ഗുണം ചെയ്യുന്നത്. നിങ്ങൾ രാവിലെ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ഓം നമഃ ശിവായ ജപിച്ചോളൂ. അത് കുളിച്ച് ഭക്തിയോടുകൂടി ജപിക്കുന്നതാണ് ഞാൻ ഇതിൽ പറയുന്നത്. കാര്യം ഉറക്കവുമായി ബന്ധപ്പെട്ട് ശിരോനാഡികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് ഓം നമഃ ശിവായ ജപിക്കുന്നവർക്ക് രാത്രി നല്ല ഉറക്കം ലഭിക്കും എന്നുള്ളൊരു സംശയം വേണ്ട. ഇനി 11ാമത്തെ കാര്യം നമ്മുടെ ശാരീരികമായ ഉണർവാണ്. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഓം നമഃ ശിവായ ജപിക്കുന്നവർക്ക് ആ ദിവസം മുഴുക്കെ ഒരു പ്രസരിപ്പായിരിക്കും. നമുക്ക് എന്തെന്നില്ലാത്ത, ഇത്രയും കാലം നമ്മൾ നേടാത്ത എന്തൊക്കെയോ നേടിയ ഒരു ഭാവം നമുക്ക് ഉണ്ടായി വരും. നമ്മളുടെ ആത്മീയമായ വിശുദ്ധി വർദ്ധിച്ചു വരും. നമ്മളുടെ പ്രസരിപ്പ് കൂടിക്കൂടി വരും. അപ്പോൾ ഇത്രയും മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഓം നമഃ ശിവായ ജപം രാവിലെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമ്മൾ കുറഞ്ഞ നാളുകളിൽ, നിങ്ങളൊക്കെ ചിലപ്പോൾ തുടർച്ചയായിട്ട് കുറേ കാലമൊന്നും ചെയ്യാൻ പറ്റില്ല, കുറഞ്ഞ പക്ഷേ ഒരു
21 ദിവസങ്ങൾ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ജപിച്ചു നോക്കൂ. നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അതിവിശേഷകരമായിട്ടുള്ളതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് തോന്നും ഇനി തുടർച്ചയായിട്ട് അങ്ങോട്ട് നടത്തിപ്പോയാൽ എന്താ, എത്ര സമയം കണ്ടെത്തിയിട്ടായാലും ശരി ഈ സമയത്ത് എഴുന്നേറ്റിരുന്നെന്ന് ജപിച്ചാൽ എന്താ കാര്യം, അത്രയ്ക്ക് വിശേഷ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഇതിലൂടെ കൈവരുന്നത്. അപ്പോൾ ഇതുവരെയ്ക്കും നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഓം നമഃ ശിവായ ജപിച്ചിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ അടുത്ത ദിവസങ്ങൾ തൊട്ട് തന്നെ ഇത് ആരംഭിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു മഹാമന്ത്രം ആയതുകൊണ്ട് തന്നെ ആർത്തവ കാലയളവിലൊന്നും ഇത് ജപിച്ചേക്ക് 7 കഴിഞ്ഞിട്ട് ഇത് ജപിക്കാവും. മാത്രമല്ല പുലവാലായ്മകൾ ഉള്ളപ്പോഴും നിങ്ങൾ ഇത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു കേൾക്കുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.